ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഉയർത്തെഴുന്നേറ്റ ഈശോ നമ്മോട് കൂടെ 24-ാമത്തെ ദിവസം നമ്മുടെ കൂടെ നടക്കുകയാണ്. പലർക്കും ഇത് വിശ്വസിക്കുന്നവർക്ക്, ഈശോ നമ്മുടെ ഒപ്പമുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ഈശോ വലിയ അടയാളങ്ങളും ചെറിയ സാമീപ്യവും കൊടുത്ത് അനുഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. വിശ്വാസമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. കാണപ്പെടാത്തവ ഉണ്ട് എന്നും പ്രത്യാശിക്കുന്നവ കിട്ടുമെന്നുമുള്ള ഉറപ്പാണല്ലോ വിശ്വാസം. പ്രിയ കൂട്ടുകാരെ, വേറെ കാര്യമായിട്ടൊന്നും ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒന്നും ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും ഈശോ എൻ്റെ വീട്ടിലുണ്ട്, എൻ്റെ കൂടെയുണ്ട്, എപ്പോഴും എന്നെ നോക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത് വലിയ ആശ്വാസമാണ് കേട്ടോ. എങ്കിലും ചിലപ്പോഴൊക്കെ ഞാൻ പതറിപ്പോയിട്ടുണ്ട്. അതിന് ഞാൻ മാപ്പ് ചോദിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ കൂടെ യേശു ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ പതറിപ്പോകുന്നത് അല്ലേ? നമ്മൾ മനുഷ്യരല്ലേ, മണ്ണിൽ നിന്നെടുത്ത് മെനഞ്ഞെടുത്തതല്ലേ നമ്മെ. നമ്മൾ സ്വർഗീയരല്ലല്ലോ. മനുഷ്യൻ്റെ ആ സ്വഭാവം നമ്മളിൽ എപ്പോഴും ഉണ്ടാകും, ആ ബലഹീനത. അത് നമ്മുടെ ഈശോയ്ക്കറിയാം. പാവം ഈശോ എല്ലാം ക്ഷമിക്കും. എന്നിട്ടും നമ്മുടെ സ്നേഹത്തിന് വേണ്ടി യാചിച്ച് നിൽക്കുകയാണ്. നമുക്ക് ഈശോയെ സ്നേഹിക്കാം. ഈ 24-ാമത്തെ ദിവസമെങ്കിലും നമുക്ക് ഓർക്കാൻ കഴിഞ്ഞെങ്കിൽ ഉയർത്തെഴുന്നേറ്റ ഈശോ നമ്മോടൊപ്പമുണ്ട് കൂട്ടുകാരെ. നമ്മളൊന്ന് വിളിച്ചാൽ മതി, വരും. നമ്മൾ ദേഷ്യപ്പെട്ട പെട്ടെന്ന് വരും. ഇത് എൻ്റെ അനുഭവമാണ് കേട്ടോ. ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ, എനിക്ക് തലചുറ്റൽ വന്ന് ഞാൻ ഈശോയെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പറഞ്ഞു എന്ന്. പക്ഷേ ഈശോ എന്നെ വിട്ടു പോയില്ല കേട്ടോ, എൻ്റെ കൂടെയുണ്ട്. അത് മറ്റ് പലരിലൂടെയും ഈശോ എന്നെ അറിയിക്കുന്നുണ്ട്. എന്തായാലും അന്ന് ഈശോ പറഞ്ഞ ആ കാര്യം കോളറിടാൻ തുടങ്ങിയ പിന്നെ ഞാൻ ഒട്ടൊക്കെ ഫ്രീ ആയിട്ടുണ്ട്. എങ്കിലും വളരെ ശ്രദ്ധിച്ച് വേണം ജീവിക്കാൻ എന്നാണ് ഈശോ പറഞ്ഞത്. കുഴപ്പമില്ല, ഈശോ തൊട്ടടുത്തുണ്ടെന്നും നമ്മൾ വഴക്ക് പറഞ്ഞാലും ദേഷ്യപ്പെട്ടാലും കേൾക്കാനായിട്ട് ഈശോ ഉണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥമാണല്ലോ അത് വലിയൊരു സമാധാനമാണ്. ഇപ്പോഴത്തെ പ്രശ്നം ചൂടാണ്. നിങ്ങൾക്കുമില്ലേ ഈ ചൂട്? സഹിക്കാൻ പറ്റാത്ത ചൂടിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ കുട്ടികളുണ്ടെങ്കിൽ മനസ്സിലാക്കാം. ചൂടിറങ്ങും, ശരീരം മുഴുവൻ ചൂട് പൊന്തും. 5-ാം പനിയാണോ ചിക്കൻ ബോക്സ് ആണോ എന്നൊക്കെ പേടിച്ച് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും. പറയും ചൂടിൻ്റെയാ. കണ്ണിക്കേട് വരും, ചൂടിൻ്റെയാ. പ്രിയ സഹോദരങ്ങളെ, ഇതൊക്കെ വീട്ടിലുണ്ടായ പ്രതിഭാസങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ. ഒരു സഹിക്കാൻ പറ്റാത്ത ചൂട്. ഒരിക്കലും ഫാനിട്ട് കിടക്കാത്ത ഞാൻ ഇപ്പോൾ 2-ലാണ് ഫാനിട്ട് കിടക്കുന്നത്. ചൂട്, പ്രത്യേകിച്ചും കീമോതെറാപ്പി കഴിഞ്ഞത് പിന്നെ ചൂട് ഭയങ്കരം. അങ്ങനെയുള്ളവർക്കൊന്നും ഈ ചൂട് സഹിക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. എല്ലാവർക്കും അല്ല കേട്ടോ. കീമോതെറാപ്പി കഴിഞ്ഞ് അനേകം മക്കൾ ഉഷാറായി നടക്കുന്നുണ്ട്. എന്താണാവോ ഞാൻ മാത്രം ഇങ്ങനെ? എന്ത് രോഗം വന്നാലും അത് എന്നെ ഇത്രമാത്രം എഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഡോക്ടർ പറയും മെയിൻ അവയവം പോയില്ലേ, മൊത്തം സിസ്റ്റം മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ടാണ് കാറ്റനങ്ങിയാലും സൂര്യനൊന്ന് ഉദിച്ചാലും ഒക്കെ നമ്മെ എഫക്റ്റ് ചെയ്യുന്നത്. കുഴപ്പമില്ല കേട്ടോ, ഞാൻ ഈശോയോട് പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഇതൊക്കെ ഞാൻ സഹിക്കാമെന്ന്. അങ്ങനെ ഞാൻ ചൂടെടുത്ത് ഭയങ്കര ചൂടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചൂടിന് വേണ്ടി ഞാൻ ഈശോയെ വിഷമിപ്പിച്ചിട്ടൊന്നുമില്ല. ഞാൻ ചോദിക്കുക, എന്താണ് ഈശോയെ ഇതുപോലൊരു ചൂട്? പക്ഷെ വേളാങ്കണ്ണിയിലും ഇതിനേക്കാൾ ഭയങ്കര ചൂടായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും എനിക്ക് ചൂടുണ്ടെന്ന് ഫീൽ ചെയ്തിട്ടില്ല. ഏതാണ്ട് AC-യിൽ പോണ പോലെയാണ് ഞാൻ പോയത്.
എന്തോ ആവട്ടെ, ഈ ചൂട് ഭയങ്കരമാണല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഈശോ എന്നോട് പറഞ്ഞു, മോളെ, 1982 ഞാൻ ആഫ്രിക്കയിലെ റുവാണ്ടയിലെ ചെറുഗ്രാമമായ കിബുഹോയിലെ സെഗദാശിയോട് പറഞ്ഞത് നീ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തതല്ലേ, നീ മറന്നുപോയോ ഇത്? ഉടനെ ഞാൻ സെഗദാശിയോട് ഈശോ സംസാരിച്ചത് എടുത്തു വായിച്ചു. പ്രിയ സഹോദരങ്ങളെ, 44 വർഷങ്ങൾക്ക് മുൻപ് സെഗദാശിയോട് 1982 ഈശോ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ കാര്യങ്ങൾ. അന്ന് എനിക്ക് തോന്നുന്നു 6 വയസ്സോ മറ്റോ ഉള്ളൊരു ബാലനായിരുന്നു, 7 6 വയസ്സ്. അങ്ങനെയുള്ള കുട്ടിയോട് ഈശോ പറഞ്ഞു, കുറച്ച് കൊല്ലം കഴിയുമ്പോൾ 13 വർഷം മുമ്പാണ് ഈ റുവാണ്ടയിലെ കൂട്ടക്കൊലയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അവന് 13 വയസ്സുണ്ട്. 26ാമത്തെ വയസ്സിലാണ് കൂട്ടക്കൊല നടക്കുന്നതും സെഗദാശ്യ അതിൽ മരിച്ചു പോകുന്നതും. അപ്പോൾ 13 വർഷം മുമ്പ് ഈശോ വരാൻ പോകുന്ന ആ കൂട്ടക്കൊലയെക്കുറിച്ച് ആ കുഞ്ഞിനോട് പറഞ്ഞിരുന്നു. അതുപോലെ 44 വർഷം മുൻപ് ഈശോ സെഗദാശ്യയോട് പറഞ്ഞിട്ടുണ്ട്, അവസാന കാലങ്ങളിൽ സൂര്യൻ്റെ ചൂട് ക്രമാതീതമായി വർദ്ധിക്കും. അനേകർ, എണ്ണമില്ലാത്ത അത്ര ജനം ക്ഷാമം കൊണ്ട് മരണമടയും. അതേ തുടർന്ന് ഏറെ കഷ്ടതകൾ വന്നു ഭവിക്കും. ലോകത്തിൽ ഇന്നു വരെ ഉണ്ടായിട്ടുള്ളതിലേക്കും വെച്ച് വലിയ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ സാത്താനിൽ നിന്ന് ഏറെ പ്രലോഭനങ്ങൾ മനുഷ്യർ നേരിടേണ്ടി വരും. ഭൂമിയിലെ പല സ്ഥലങ്ങളിലും അകാരണമായി യുദ്ധം പൊട്ടിപ്പുറപ്പെടുമ്പോൾ എൻ്റെ വരവ് സമീപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. മതങ്ങൾ തമ്മിൽ മല്ലടിക്കുമ്പോൾ ഞാൻ വന്നുകൊണ്ടിരിക്കുന്നു എന്നറിയുക. മതങ്ങൾ തമ്മിലുള്ള യുദ്ധം ഒരിക്കൽ ആരംഭിച്ചാൽ പിന്നീട് അതിന് അവസാനമുണ്ടാവുകയില്ല. അന്ത്യകാലം അടുക്കുമ്പോൾ ഏറെ യുദ്ധങ്ങളുണ്ടാകും. രാജ്യം രാജ്യത്തിനെതിരായും മതങ്ങൾ മതങ്ങൾക്കെതിരായും തിരിയും. കുടുംബങ്ങൾ കലഹിക്കും. മാതാപിതാക്കൾ മക്കൾക്കെതിരായും പുത്രിപുത്രന്മാർ തമ്മിലും കലഹിക്കും. ലോകം അനുദപിക്കാൻ വിസമ്മതിക്കുന്നത് മൂലം ഏറെ കഷ്ടപ്പാടുകൾ ഭൂമിയിലുണ്ടാകും. പ്രിയ കൂട്ടുകാരെ, ഇതൊന്ന് സാവധാനം വായിച്ചു നോക്കിയാൽ എല്ലാം ഇപ്പോൾ സംഭവിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അറിയാം, ഇത് അവസാന കാലമാണ്. അകാരണമായി യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു. മതങ്ങൾ തമ്മിലടിക്കുന്നു. കുടുംബങ്ങൾ കലഹിക്കുന്നു. എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത പോലെ മരണം അടുത്തു എന്ന് പറയുമ്പോഴും തമ്മിൽ കുറവുകളും കുറ്റങ്ങളും പറയാനും അസൂയ, വിദ്വേഷം ഇതൊക്കെ മനസ്സിൽ വെച്ചിരിക്കാനുമാണ് മനുഷ്യന് പറ്റുന്നുള്ളൂ. മാതാപിതാക്കൾ മക്കൾക്കെതിരായിട്ട് തിരിയുമെന്ന് സത്യമാണ്. പുത്രിപുത്രന്മാർ തമ്മിലും കലഹിക്കും. സഹോദരങ്ങൾ തമ്മിലാണ് ഇപ്പോഴത്തെ കലഹം ഏറ്റവും കൂടുതലുണ്ടാകുന്നത്. പ്രിയ സഹോദരങ്ങൾ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അന്ത്യകാലമാണ് എന്നെങ്കിലും ഓർത്ത് ഈശോ പറയുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്? സെഗദാശ്യ ഈശോയോട് ചോദിച്ചു, എന്തിനാണ് താങ്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മതങ്ങൾ തമ്മിൽ പോരാടുന്നത് എന്ന്. സെഗദാശ്യയ്ക്ക് ഈശോയെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ. കൊച്ചു പയ്യനല്ലേ, അവൻ ഇങ്ങനെയാണ് ചോദിച്ചത്. അപ്പോൾ ഈശോ പറഞ്ഞു, അതിൻ്റെ കാരണം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയും യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലാതിരിക്കുകയും ചെയ്യുന്നവരാണേറെയും. ദൈവത്തിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. സ്നേഹിക്കുന്നു എന്ന് അവകാശപ്പെടുന്നു, യഥാർത്ഥത്തിൽ ദൈവത്തോടും മനുഷ്യരോടും ഒട്ടും തന്നെ സ്നേഹം ഹൃദയത്തിലില്ല. അതുകൊണ്ടാണ് യുദ്ധമുണ്ടാകുന്നത് എന്ന്. പ്രിയ കൂട്ടുകാരെ, നമുക്ക് ഈ സന്ദേശം ഓർക്കാം.
എനിക്ക് തോന്നുന്ന ലോകാവസാനത്തിനെ കുറിച്ച് മരിച്ചുപോയ ഈ മകൻ ഈ സന്ദേശം ഏറ്റവും അടുത്ത സന്ദേശം എന്ന് തോന്നുന്നു. വെറും 44 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണിത്. ആ കുട്ടിക്ക് ഈശോ കൊടുത്ത എല്ലാ കാര്യങ്ങളും സംഭവിച്ചു. അപ്പോൾ പിന്നെ ഇതും സംഭവിക്കാതിരിക്കില്ലല്ലോ. ഈശോ സെഗദേഷിയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ സെഗദേഷി പറയുന്നുണ്ട്, എന്തിനാ ഇങ്ങനെ ഈ ലോകാവസാനത്തെക്കുറിച്ച് പറയുന്നത്, എനിക്ക് പേടിയാവുന്നു എന്ന്. അപ്പോൾ ഈശോ സെഗദേഷിയോട് പറഞ്ഞത്, സ്നേഹത്താൽ നിറഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കേണ്ട എന്നാണ്. ഈശോ പറയാണ്, എൻ്റെ സ്നേഹവും ക്ഷമയും സ്വീകരിക്കുകയാണ് ഇതിൻ്റെ പ്രതിവിധി. സ്നേഹമാണ് എല്ലാത്തിൻ്റെയും പ്രതിവിധി. എല്ലാവരെയും സ്നേഹിക്കാൻ കഴിഞ്ഞെങ്കിൽ അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യർ തമ്മിൽ കലഹിക്കുകയും സഹോദരങ്ങൾ വരെ ചാൻസ് കിട്ടിയാൽ കൊല്ലാം എന്ന് തന്നെ വിചാരിക്കുന്നവർ, വാക്കുകൊണ്ട് കൊല്ലുന്നവർ, സത്യം മനസ്സിലാക്കാൻ കഴിയാതെ തമ്മിലടിക്കുന്നവർ, അത് അങ്ങനെ ഒരു വിഭാഗം. ഇനി മറുവിഭാഗം കർത്താവേ ദൈവമേ ഇല്ല എന്നുള്ള വിശ്വാസത്തിൽ നിലനിൽക്കുന്നവർ, തെറ്റായ കുറേ ബോധ്യങ്ങൾ കൊണ്ടു നടക്കുന്ന ചെറുപ്പക്കാർ, അടിച്ചു പൊളിച്ച് ജീവിക്കുക, എന്തിനാ വേണ്ടാത്തത് ചിന്തിക്കുന്നത്, ഉള്ള കാലം സുഖമായിട്ട് ജീവിക്കുക, എങ്ങനെ നടന്നാലും എന്തിനാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, ഇത് ഞങ്ങളുടെ അവകാശമല്ലേ. പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഒട്ടും വിഷമിക്കേണ്ട. ഈശോയുടെ വരവ് അടുത്തിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ അങ്ങ് ആഗ്രഹിക്കുന്ന സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവഹിതം നിറവേറ്റാൻ, കൽപ്പനകൾ പാലിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഈ ചൂട് ഭയാനകമായ ചൂടാണ്. കുറച്ചുകൂടി ചൂട് വർദ്ധിച്ചാലോ, പിന്നെയും ചൂട് വർദ്ധിച്ചാലോ, നമുക്ക് നമ്മുടെ ശരീരത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്തവണ്ണം ഈശോ ചൂടയച്ചാലോ, അങ്ങനെ നമ്മൾ ഈ ചൂടിൽ വെന്തുരുകി ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾ വെന്തുരുകുന്നത് പോലെ ഉരുകിയാലോ, സംഭവിക്കാമല്ലോ. പ്രിയ കൂട്ടുകാരെ, നമുക്ക് ഇപ്പോൾ തന്നെ എവിടെയൊക്കെയാണ് നമുക്ക് രമ്യതപ്പെടാനുള്ളത്? നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ ബന്ധുമിത്രാദികളെ നമുക്ക് അംഗീകരിക്കാൻ പറ്റാതെ ഇരിക്കുന്നുണ്ടോ? നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? വെറുതെ പുറത്ത് ചിരിച്ച് വർത്താനം പറയുക എന്നതല്ല കേട്ടോ. ഹൃദയത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് ദൈവം കാണും. നമ്മുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഈ കഠിനമായ ചൂട് ദൈവം അയക്കുന്ന ഒരു പരിഹാരമാണെന്ന് കരുതി നമ്മുടെ പാപങ്ങൾക്കുള്ള പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ, എൻ്റെ മാത്രം പിഴ, അതാണ് ഈ ചൂടിൻ്റെ കാരണം. നമുക്കിത് സഹിക്കുമ്പോൾ ഈശോയോട് പറയാം, കർത്താവേ മാപ്പാക്കണമേ, കരുണ കാണിക്കണമേ എന്ന്. ഒപ്പം ഈശോയുടെ വരവിന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ സ്നേഹം കൊണ്ട് ഒരുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.